എന്തുകൊണ്ട് സെപ്റ്റിക് ടാങ്ക് വടക്ക് കിഴക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ വടക്ക് കിഴക്ക് ഭാഗത്ത് ഭൂമിയിലേക്ക് അബ്സോർവ് ചെയ്യുന്നത് തടയുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പം നിങ്ങൾ ചോദിക്കും, നമ്മൾ PVC ടാങ്ക് ആണെങ്കിൽ അവിടെ വെള്ളം താഴുന്നില്ലല്ലോ, അബ്സോർവ് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കും. അതിനകത്തൊരു പ്രാക്ടിക്കലി ആ ആൻസർ ശരിയാണ്. പക്ഷേ മെയിൻ ഡോറിന് നേരെ ഒരിക്കലും സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. മെയിൻ ഡോറിന് നേരെ ഒരു കാരണവശാലും സെപ്റ്റിക് ടാങ്കോ ഒരു പിറ്റോ ഒന്നും വരാൻ പാടില്ല. ബേസിക്കലി ടോയ്ലറ്റ് എന്ന് പറയുന്നത് വാസ്തുവിൽ ഒരിക്കലും പഴയ നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ ഒരിടത്തും വീടിനുള്ളിൽ ടോയ്ലറ്റിൻ്റെ പരാമർശങ്ങളില്ല. അപ്പോൾ ടോയ്ലറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആണ് ഈ റൂളുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് പോയി നോക്കിയ സ്ഥലങ്ങളിൽ പലയിടത്തും ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്ക്. കാരണം സെപ്റ്റിക് ടാങ്ക് ഈശാനത്തിൽ വന്ന അസുഖവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കേസുകൾ നമ്മൾ ഈ അടുത്ത് കാണുന്നു. അപ്പോൾ റിയൽ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് മറികടക്കാൻ പാടുണ്ടോ? സെപ്റ്റിക് ടാങ്ക് ചവിട്ടിക്കയറാൻ പാടുണ്ടോ? വിചിത്രമായ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വരാറുണ്ട്. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് ഈ പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിറ്റ് മാത്രമാണോ? അത് സെപ്റ്റിക് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിൽ അറകളായി തിരിച്ച സെപ്റ്റിക് ടാങ്ക് ആണോ, അല്ലെങ്കിൽ റെഡിമെയ്ഡ് സെപ്റ്റിക് ടാങ്ക്? ഇതിനെല്ലാം ഓരോരോ എഫക്റ്റ് ഉണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. നമ്മൾ സെപ്റ്റിക് ടാങ്കിനെ കുറിച്ച് ഇതിനു മുമ്പ് അതിൻ്റെ സ്ഥാനത്തിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കണ്ട വീഡിയോസാണ് അതിൽ പലതും. അപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും വടക്ക് പടിഞ്ഞാറേ ഖണ്ഡത്തിലാണെന്ന് ഞാൻ പറയും. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മാത്രമാണ് സെപ്റ്റിക് ടാങ്ക് കൊടുക്കാനായിട്ട് വാസ്തു അലോ ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് പലപ്പോഴും ഇത് ബുദ്ധിമുട്ടായി വരാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പുറത്തെ പ്ലോട്ടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗവുമായി അടുത്തടുത്ത് വരുമ്പോൾ കിണറുമായുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു പോകുന്നത് കൊണ്ട് കൊടുക്കാൻ പറ്റാതെ വരുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അതിനെല്ലാം പല രീതിയിലുള്ള സൊല്യൂഷൻസ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെ നമുക്കത് പരിഹരിക്കാം, എങ്ങനെ മണ്ഡലത്തിന് പുറത്ത് സെപ്റ്റിക് ടാങ്കിനെ നിർത്താം, അല്ലെങ്കിൽ ചില പൊസിഷനിൽ നമുക്ക് കൊടുക്കേണ്ടി വന്നാൽ നമ്മൾ എങ്ങനെ അത് ആ പൊസിഷനിലേക്ക് മാറ്റാം എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ വേറൊരു ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് സെപ്റ്റിക് ടാങ്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരികയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൂടെ വീടിൻ്റെ എൻട്രി വരുന്ന ഒരു അവസ്ഥ വന്നാൽ സെപ്റ്റിക് ടാങ്ക് ചവിട്ടി അകത്തോട്ട് കയറുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഇറങ്ങി സെപ്റ്റിക് ടാങ്ക് ചവിട്ടി പുറത്തേക്ക് പോകുന്ന ഒരു രീതി വരും. അങ്ങനെയാണെങ്കിൽ അത് ദോഷമാണോ എന്നൊരു ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സെപ്റ്റിക് ടാങ്കിൻ്റെ പൊസിഷൻ വടക്ക് പടിഞ്ഞാറ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മെയിൻ ഡോർ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അത് ചവിട്ടി തന്നെ മറികടന്ന് തന്നെ പോകും. അതിനകത്ത് യാതൊരു ദോഷവും ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടിൽ പോകുന്ന ഒരു സംഭവം. മാക്സിമം നമുക്ക് അതിൻ്റെ ഒരു മാൻഹോൾ മുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാദ്വാരം മെയിൻ ഡോറിൻ്റെ നേർക്ക് അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. മെയിൻ ഡോറിൻ്റെ നേരെ ഒരു കാരണവശാലും സെപ്റ്റിക് ടാങ്ക് കൊടുക്കരുത് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അതിലെ പാസ് ചെയ്തൊരു വഴി കയറി മെയിൻ ഡോറിനടുത്ത് വന്ന് അകത്ത് കയറുന്ന യാതൊരു തടസ്സവും യാതൊരു വാസ്തുവിരുദ്ധതയും അല്ലെങ്കിൽ വാസ്തുപരമായിട്ടൊരു തെറ്റും അതിനകത്തില്ല. നമ്മൾ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രാക്ടിക്കലി നമുക്ക് വളരെ ചെറിയ ലാൻഡുകളാണ്. ഈ ചെറിയ ലാൻഡുകളിലൊക്കെ നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് ഇത്തരം പ്രോബ്ലംസ് ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി വേറൊരു സംഭവം, ഈ ലാൻഡിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വയൽ നികത്തിയ സ്ഥലം, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ അടുത്ത് അഡ്ജസ്റ്റൻ്റായിട്ട് വരുന്ന പിറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് നിറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് പിറ്റ്സ് നമുക്ക് കൂട്ടി കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്പർ ഓഫ് പിറ്റ്സ് കൂട്ടുമ്പോഴും ഇതിനെല്ലാം ഒരേ ലെവലിൽ വെള്ളം നിൽക്കും. ടെക്നിക്കലി അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ സ്റ്റിൽ നമുക്ക് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെയെല്ലാം വരുമ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ ചവിട്ടി മറികടന്ന് തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും പോകുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്കൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് മറികടന്ന് പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചവിട്ടി പോയത് കൊണ്ടോ ഒന്നും അതൊരു വിഷയമേ അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഈ വടക്ക് പടിഞ്ഞാറ് വടക്ക് എന്തുകൊണ്ട് സെപ്റ്റിക് ടാങ്ക് വടക്ക് കിഴക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ വടക്ക് കിഴക്ക് ഭാഗത്ത് ഭൂമിയിലേക്ക് അബ്സോർവ് ചെയ്യുന്നത് തടയുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പം നിങ്ങൾ ചോദിക്കും, നമ്മൾ PVC ടാങ്ക് ആണെങ്കിൽ അവിടെ വെള്ളം താഴുന്നില്ലല്ലോ, ഒബ്സർവ് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കും. അതിനകത്തൊരു പ്രാക്ടിക്കലി ആ ആൻസർ ശരിയാണ്. പക്ഷേ അവിടെ ഈ എപ്പോഴും നമ്മൾ സെപ്റ്റിക് ടാങ്കിന് അടുത്തായിട്ട് കൊടുക്കുന്ന ലൂസിങ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പിറ്റ് ഉണ്ടല്ലോ, ലൂസ് പിറ്റ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇതിനെ ഓവർഫ്ലോ ചെയ്യുന്ന ഒരു ടാങ്ക് പിറ്റ് സെപ്റ്റിക് ടാങ്കിനോട് ചേർന്ന് വരുന്നത്, അത് നമുക്ക് എന്തായാലും അവിടെ കൊടുത്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. നമുക്ക് അവിടെ വടക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലും ഈ നിർദ്ദിഷ്ട കന്നിമൂല ഭാഗത്തോ ഒന്നും സെപ്റ്റിക് ടാങ്ക് കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും. അപ്പോൾ ഏറ്റവും നല്ല സ്ഥാനം എപ്പോഴും വടക്ക് പടിഞ്ഞാറ് തന്നെയാണ്. വടക്ക് പടിഞ്ഞാറിനപ്പുറം ഒരു നല്ല സ്ഥാനം സെപ്റ്റിക് ടാങ്കിനില്ല. അപ്പം നമ്മൾ സെപ്റ്റിക് ടാങ്ക് അവിടെ കൊടുക്കുമ്പോൾ ഈ വടക്ക് പടിഞ്ഞാറിലൂടെയുള്ള ആക്സസ്, വീട്ടിലേക്കുള്ള ആക്സസ് അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ദർശനത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വീട്ടിൻ്റെ മെയിൻ ഡോറിലേക്ക് പോകുന്ന ഭാഗം, നടന്നു പോകുന്ന ഭാഗം ചിലപ്പോൾ സെപ്റ്റിക് ടാങ്കിലൂടെ വന്നേക്കാം. അപ്പം അങ്ങനെ വന്നാൽ അതൊരു പ്രോബ്ലമേ അല്ല. പലപ്പോഴും കാർ ഷെഡിലൊക്കെ നമ്മൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ കൊടുത്ത് കാണുന്നുണ്ട്. കാര്യം സ്ഥലമില്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനൊക്കെ ക്രോസ് ചെയ്തായിരിക്കും നമ്മൾ ചിലപ്പോൾ പോകുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് മെയിൻ ഡോറിന് നേരെ ഒരിക്കലും സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. മെയിൻ ഡോറിന് നേരെ ഒരു കാരണവശാലും സെപ്റ്റിക് ടാങ്കോ ഒരു പിറ്റോ ഒന്നും വരാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കുറച്ച് നീട്ടി, അതുപോലെ തന്നെ മെയിൻ ഡോർ ക്രോസ് ചെയ്ത് പൈപ്പ് ഡ്രൈനേജിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനും നമുക്ക് വരാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഇതെല്ലാം എനർജി കോൺസെപ്റ്റാണ്. ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് പണ്ടും ഉണ്ടായിരുന്നു. അത് നമ്മൾ അന്ന് പണ്ട് പറയുന്ന സോ കോൾഡ് കുഴി, അതെന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ടോയ്ലറ്റ് യൂണിറ്റിനും അതിനൊരു കുഴി മാത്രമാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ പഴയ സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടൊരിടത്ത് വിടുന്ന സിസ്റ്റം അല്ല. ഇപ്പോൾ ഒരു ബേസിക്കലി ടോയ്ലറ്റ് എന്ന് പറയുന്നത് വാസ്തുവിൽ ഒരിക്കലും പഴയ നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ ഒരിടത്തും വീട്ടിനുള്ളിൽ ടോയ്ലറ്റിൻ്റെ പരാമർശങ്ങളില്ല. അപ്പോൾ ടോയ്ലറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആണ് ഈ റൂളുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇനി ടോയ്ലറ്റ് പുറത്താകുമ്പോൾ ഓരോ ടോയ്ലറ്റിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുഴികളാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതും നമ്മുടെ ക്ലോസറ്റിൻ്റെ സിസ്റ്റം മാറി, പ്ലംബിങ്ങിൻ്റെ രീതികൾ മാറി, ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഇതെന്താണ് ഇതിൻ്റെ അകത്തൊരു പ്രാക്ടിക്കൽ സെൻസ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതെന്ത് എലിമെൻ്റാണ്, ഈ എലിമെൻ്റ്, അതായത് പഞ്ചഭൂതങ്ങളിൽ ഏത് എലിമെൻറ്റിനെയാണ് നമ്മൾ ഈ സെപ്റ്റിക് ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് എലിമെൻറ്റിലേക്കാണ് വരുന്നത്, ആ എലിമെൻറ്റ് എവിടെയാണ് അതിൻ്റെ ഡിസ്ചാർജ് പോയിന്റ് എന്ന് കൃത്യമായി നോക്കുന്ന രീതിയിലാണ് ഈ സോണിങ് വരുന്നത്. അപ്പോൾ വായുകോൺ എന്ന് പറയുന്നതാണ് ഫ്ലഷിങ് ഔട്ട് അല്ലെങ്കിൽ വൈപ്പിംഗ് ഔട്ട് എന്ന് പറയുന്ന വേസ്റ്റുകളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് വായുകോൺ എന്ന് പറയുന്ന ആ ഒരു വായുവിൻ്റെ ഫങ്ഷനായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഈ പുറത്തേക്ക് ഔട്ട്സൈഡിലേക്ക് നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്യുന്ന എനർജി, നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത് പുറത്തേക്ക് വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വായുകോണാണ്. അപ്പം അതുകൊണ്ടാണ് ഈ വായുകോൺ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനമായിട്ട് വരുന്നത്. പലർക്കും ഒരു തെറ്റിദ്ധാരണ, സെപ്റ്റിക് ടാങ്കിൽ വെള്ളമല്ലേ, അപ്പം അത് ഈശാനത്തിലല്ലേ വരേണ്ടത്, ഈശാനമല്ലേ ജലത്തിൻ്റെ സ്ഥാനം. അങ്ങനെയല്ല. ആ ഈശാനത്തിൽ ജലത്തിൻ്റെ സ്ഥാനമാണെങ്കിലും ശുദ്ധജലത്തിൻ്റെ സ്ഥാനമാണെന്ന് മനസ്സിലാക്കുക. സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ മലിനജലം പോകുന്നതിന് വേറൊരു ക്രൈറ്റീരിയയാണ്. അപ്പം നമ്മൾ ഇത്തരം ക്രൈറ്റീരിയാസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം വാസ്തുവിൽ ഇത്തരം കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണാനായിട്ട്. അപ്പം പലർക്കും സെപ്റ്റിക് ടാങ്ക് ഒരു ത്രെറ്റായിട്ട് വരാറുണ്ട്. അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് പോയി നോക്കിയ സ്ഥലങ്ങളിൽ പലയിടത്തും ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്കാണ്. കാരണം സെപ്റ്റിക് ടാങ്ക് ഈശാനത്തിൽ വരുന്ന അസുഖവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കേസുകൾ നമ്മൾ ഈ അടുത്ത് കാണുന്നു. അപ്പോൾ റിയൽ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങളെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട്, ഇതിനെ ഒരുപാട് ഭയപ്പെട്ട് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതല്ല. ഇതിന് നമുക്ക് സെപ്റ്റിക് ടാങ്ക് വച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡ്രൈനേജ് കണക്ഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അതിൽ വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ വേണം. അപ്പോൾ അതിനൊരു കൃത്യമായ പോയിന്റ്. ഇനി നമുക്ക് അടുക്കള എന്ന് പറയുന്നത് അഗ്നികോണിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൈപ്പ് കൊണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗം വരെ വിടുക എന്ന് പറയുന്ന പ്രാക്ടിക്കാലിറ്റിയെ നമുക്ക് ഒഴിവാക്കാൻ അടുക്കളയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പിറ്റ് എന്തായാലും, ഞാനൊക്കെ എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ അടുക്കളയ്ക്ക് വേണ്ടി ഒരു പിറ്റ് പ്രത്യേകം എടുക്കും, സെപ്റ്റിക് ടാങ്കിന് വേണ്ടിയിട്ട് ഒരു ലൂസ് പിറ്റ് പ്രത്യേകം എടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് വേസ്റ്റുകൾക്ക്, അതായത് ടോയ്ലറ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുളിക്കുന്ന വെള്ളത്തിൻ്റെ വേസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും മാത്രം ഒരു പിറ്റ്. ചില ആളുകൾ തെറ്റിച്ച് ചെയ്യുന്ന ഈ കുളിക്കുന്ന വെള്ളം എല്ലാം കൂടെ കൊണ്ട് സെപ്റ്റിക് ടാങ്കിലേക്ക് വിടുന്ന ഒരു ഘട്ടം, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് പെട്ടെന്ന് നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്.
പ്രത്യേകം കുളിക്കുന്ന വെള്ളത്തിന് പ്രത്യേകം ഒരു പിറ്റ് നമ്മൾ കൊടുത്തിട്ട് ആ പിറ്റും എല്ലാം ഇതെല്ലാം സ്ഥാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ വരാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് അതിനൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ സെപ്റ്റിക് ടാങ്ക് വരിക. ഒപ്പം തന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഇപ്പം മാൻഹോൾ പുറത്ത് കാണുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ ചവിട്ടി പോകുന്നത് കൊണ്ടോ ഒന്നും ഒരു വിഷയമില്ല. വീട്ടിൻ്റെ വാതിലിന് നേരെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.